കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. വളർന്ന കുഞ്ഞുങ്ങളെ എല്ലാ ജീവികളും അവരുടെ അടുത്തുനിന്നും മാറ്റും. മനുഷ്യര് ഇവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചവരും വയസ്സായ ആൾക്കാരെ നോക്കിക്കുക എന്ന് പറയുന്നത് കൃഷി കുടുംബത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് മുമ്പ് പറ്റത്തില്ല. പഠിച്ചവർക്ക് ഒരിക്കലും തിരിച്ചു വീട്ടിൽ വരാൻ പറ്റത്തില്ല. പക്ഷെ അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളാണ് ഈ കാണുന്ന കുടുംബം മുഴുവൻ. ഒരു വളരെ കോൺക്രീറ്റ് ആയ സാധനമുണ്ട്. എല്ലാ വീടുകളും ഇവിടെ കിടക്കുകയാണ്. അതിനകത്ത് താമസിക്കാൻ ആളില്ലാത്ത വീടുകളാണതല്ല. അതാണ് അതിനകത്ത് പറഞ്ഞത്. കാക്ക കുട്ടിയെ വളരുന്നത് വരെ കൂടുള്ളൂ. മനുഷ്യൻ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് വേറൊരു തരത്തിൽ ഇങ്ങനെ ഈ കൃഷിയായിട്ട് ഇതൊക്കെയാണ് ഞാൻ ഈ പറയുകയും ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഗോത്രത്തിനകത്ത് വളർത്തി തീരും. കൃഷി കുടുംബത്തിനകത്ത് വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയാണ് അമ്മയും അച്ഛനെ നോക്കുന്നവരാക്കി കുട്ടികളെ മാറ്റാൻ നോക്കുന്നത്. മറ്റങ്ങനെയല്ല, ഒരു കോഴി പോലും ചെയ്യും, കൊത്തി മാറ്റും. ആ കൊത്തി മാറ്റുന്ന കാര്യം നമ്മൾ ചെയ്യത്തില്ല. വളർന്ന കുഞ്ഞുങ്ങളെ എല്ലാ ജീവികളും അവരുടെ അടുത്തുനിന്നും മാറ്റും. മനുഷ്യര് ഇവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചവരും വയസ്സായ ആൾക്കാരെ നോക്കിക്കുക എന്ന് പറയുന്നത് കൃഷി കുടുംബത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് മുമ്പ് പറ്റത്തില്ല. മനുഷ്യരെന്ന് പറയുന്ന ജീവി ഒരു 3 ലക്ഷം വർഷമായിട്ട് ഈ അമ്മയും അച്ഛനെ നോക്കുന്ന മക്കളുമായിട്ട് കഴിഞ്ഞിട്ടില്ല. സംഘമായിട്ടാണ് കഴിയുന്നത്. പ്രായമായവർ അന്നൊക്കെ നമ്മൾ ഈ വീടൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന കൃഷി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുവരെ നമ്മൾ മരച്ചോട്ടിലും ഒക്കെ ആയിട്ട് കഴിയത്തേ ഉള്ളൂ. അപ്പോൾ ഒരു മൃഗം വന്നാൽ ഓടി കയറാൻ പറ്റാത്തവരെല്ലാം ചത്തുപോത്തേ ഉള്ളൂ. പ്രായമായവരുണ്ടാകത്തില്ലെന്ന് നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഞാൻ അത്രയും നീളത്തിലൊക്കെ പറയുന്നില്ല ഇവിടെ. എങ്കിലും അത്തരത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാതെ ഇപ്പം നമ്മൾ ഈ കാണുന്ന കുടുംബം എന്ന് പറയുന്നത് മനുഷ്യർ കണ്ടുപിടിച്ച് അതൊരു റീസെൻ്റ് ആയിട്ട് ഈ കൃഷിയോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. അപ്പം ഈ മക്കള് അമ്മയും അച്ഛനെയും പ്രായമായ നോക്കാൻ പറ്റുന്നതാണെന്ന് കണ്ടുപിടിച്ചതാണ്. കണ്ടുപിടിച്ചിട്ട് അവരെ വീട്ടിൽ നിന്ന് പോകാതെ നോക്കുക. കൃഷി എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ തന്നെ ആയിരിക്കും എല്ലാവരും കൃഷി ചെയ്യുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും മക്കളും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്കാണ് ഈ വ്യവസായം വന്നത്. വ്യവസായം വന്നപ്പോൾ എന്ത് പറ്റി? സ്കൂളൊക്കെ വന്നതിൻ്റെ കൂടെ വ്യവസായത്തിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. അതിന് വേറെ ട്രെയിനിങ് കൊടുത്തേ പറ്റും. അങ്ങനെയാണ് സ്കൂളൊക്കെ വരുന്നത്. സ്കൂൾ വരുമ്പോൾ പഠിച്ചവർക്ക് ഒരിക്കലും തിരിച്ച് വീട്ടിൽ വരാൻ പറ്റത്തില്ല. പക്ഷെ അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളാണ് ഈ കാണുന്ന കുടുംബം മുഴുവൻ. ഈ പണി തീർന്നവരാണ് അവർ വേറെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അയലത്തൊക്കെയുള്ള മറ്റു മനുഷ്യർ, അവരെ പോലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടാനാണ് ഈ അമ്മയും അച്ഛന്മാരും സത്യത്തിൽ ചെയ്യേണ്ടത്. അതിനു പകരം ആ മക്കളെ കാത്തിരിക്കുന്ന വീടുകളാണ് ഇപ്പോൾ കേരളം മുഴുവൻ നിങ്ങൾ നോക്കിയാൽ 4-5 ബെഡ്റൂം വരെ ഉണ്ടാക്കളെ. ഇപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 ബെഡ്റൂം ഉണ്ടാക്കും. കാരണം മക്കൾ താമസിക്കാനാണെന്ന് അവർ വിചാരിക്കുന്നത്. മക്കൾ പിന്നെ 2 കൊല്ലം കൂടുമ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്ക് താമസിക്കാനേ വരത്തുള്ളൂ. കാരണം അവരുടെ പണി എന്ന് പറയുന്നത് വേറെ സ്ഥലത്താണ്. ആർക്കും തിരിച്ചു വരാൻ പറ്റത്തില്ല. തിരിച്ചു വരാൻ പറ്റുന്ന കൃഷിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. കൃഷി എന്ന് പറഞ്ഞാൽ പണി പഠിച്ചിട്ട് അവിടെ തന്നെ തുടരാന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ പഠിച്ച് വിജയിക്കാൻ പറ്റാത്തവർ വന്ന് നിൽക്കുന്ന സ്ഥലം മാത്രമാണ് വീട്. അപ്പോൾ മാത്രമാണ് നോക്കുക. മറ്റേത് അവധി എടുത്തിട്ടേ അമ്മയും അച്ഛനെ നോക്കാൻ പറ്റുള്ളൂ. അവരുടെ നിസ്സഹായതയ്ക്ക് വേറെ പരിഹാരം മക്കൾ വരുത്തില്ല. മക്കൾക്ക് വേറെ പണിയുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചവന്, ഡോക്ടർ ആയവന്, IAS പഠിച്ചവനൊക്കെ വീട്ടിൽ വന്നങ്ങനെ നോക്കും. ബാങ്ക് ഉദ്യോഗസ്ഥൻ അങ്ങനെ വീട്ടിൽ വന്ന് നോക്കും. നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. പഠിച്ചത് നിങ്ങൾ ജീവിക്കാനും വീട്ടുകാരെ നോക്കാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഗൾഫിൽ പോയി വീട് നോക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഗൾഫിൽ പോകുന്നത്. കൊച്ചിനെ നോക്കാൻ പറ്റുമോ? ഗൾഫിലിരുന്ന് പൈസ അയച്ചു കൊടുക്കുക. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. പക്ഷേ മുഴുവൻ പേരും വിചാരിക്കുന്നത് ഈ കൃഷി കുടുംബം തുടരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ കാത്തിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലായിട്ട് ഞാനിത് പറയുമ്പോൾ എനിക്കിത് ജീവിക്കാൻ അറിയാവുന്ന കാരണം കൊണ്ട് 18ാമത്തെ വയസ്സായപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയോട് പറഞ്ഞ് പണി തീർന്നു, നിയമപരമായിട്ടുള്ള പണി തീർന്നു. പിന്നെ ഒരു 3-4 ലോക രാജ്യമായ കാരണം കൊണ്ട് കുറച്ച് നാളോട് സപ്പോർട്ട്. അങ്ങനെ 20ാമത്തെ വയസ്സായപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നു, ഇനി നീ തന്നെത്താൻ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടിയായി. ഈ പിരിച്ചുവിടലിൽ ശരിക്കും ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥിതിയിൽ ശരിക്കും ഈ പ്രവർത്തി ഒഴിവാക്കുമ്പോൾ വീടെന്നൊരു സങ്കല്പത്തിനോട് യോജിപ്പുണ്ട്? അപ്പോൾ വീട് ഉണ്ടായ സാധനമല്ല, ഒരു വളരെ കോൺക്രീറ്റ് ആയ സാധനമുണ്ട്. ആ വീടുകളും ഇവിടെ കിടക്കുകയാണ്. അതിനകത്ത് താമസിക്കാൻ ആളില്ലാത്ത വീടുകളാണതല്ല. അതാണ് അതിനകത്ത് പറഞ്ഞത്. കാക്ക കുട്ടിയെ വളരുന്നത് വരെ കൂടുള്ളൂ. മനുഷ്യൻ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് വേറൊരു തരത്തിൽ ഇങ്ങനെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാതായി പോയതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്ന സമയം വരെ ഒരു വീട്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താമസിക്കാൻ ഒരു മുറിയുള്ളൊരു വീടും മതി. ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഈ പറയുകയും ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നത്.